എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയവീഡിയോയിലേക്ക് സ്വാഗതം. ഐ ടി അഡ്മിഷൻ 2025 അഡ്മിഷൻ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ അഡ്മിഷൻ അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും അത് ലൈക്കും കൂടി ചെയ്യണം. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ITI അഡ്മിഷൻ 2025 ITയുടെ അഡ്മിഷൻ ആരംഭിക്കാൻ പോവുകയാണ്. നിരവധി വിദ്യാർത്ഥികൾ കുറേ സംശയങ്ങളാണ് നമ്മളോട് ചോദിക്കുന്നത്. അഡ്മിഷൻ അപേക്ഷിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. അതായത് SLC കഴിഞ്ഞവരും അതുപോലെ തന്നെ +2 കഴിഞ്ഞവരും, SLC കഴിഞ്ഞ് ഇനിയിപ്പോൾ IT എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ, +1 പോകാതെ തന്നെ IT എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ പോകുന്നവർ, അല്ലെങ്കിൽ ഈ വർഷം +2 കഴിഞ്ഞ് ഇനി ITI എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും കാണുക. IT നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കേരളത്തിൽ ഇത്ര 101 ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് കേരളത്തിലുടനീളമായിട്ടുള്ളത്. 101 ഇൻസ്റ്റിറ്റ്യൂട്ട് മീൻസ് ITI കോളേജുകൾ. അപ്പം നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ, ഓരോ കോഴ്സിനും അപേക്ഷിക്കുമ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ അല്ല ITയിൽ നടക്കുന്നത്. ഈ ഏതാണ്ട് ഒരു സ്പോട്ട് അഡ്മിഷൻ്റെ പ്രൊസീജിയറാണ്. സ്പോട്ട് അഡ്മിഷൻ അല്ല, ബട്ട് സ്പോട്ട് അഡ്മിഷൻ്റെ പ്രൊസീജിയറാണ്. നിങ്ങൾ കൊണ്ടുപോയി അപേക്ഷ കൊടുക്കുന്നു. അപേക്ഷ കൊടുത്തു കഴിയുമ്പോൾ ആ അപേക്ഷ വന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു റാങ്ക് ലിസ്റ്റ്, മെട്രിക്കിൻ്റെയും നോൺ മെട്രിക്കിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റുകൾ ITയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റുകളിൽ പബ്ലിഷ് ചെയ്യുന്നു. ശേഷം നിങ്ങൾ ആപ്ലിക്കേഷനിൽ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പറിലാണ് നിങ്ങൾ കൊടുത്ത കോളേജിൽ, ITI കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ ITI കോളേജിൽ ITI അഡ്മിഷന് കൊടുത്ത മൊബൈൽ നമ്പറിൽ നിങ്ങളെ ITI കോളേജിൽ നിന്നും ബന്ധപ്പെടുകയാണ് ചെയ്യുന്നത്. ഏതാണ്ട് ഒരു സ്പോട്ട് അഡ്മിഷൻ്റെ പ്രൊസീജിയറാണ്. നമ്മൾ സ്പോട്ടിൽ അപേക്ഷ കൊണ്ട് കൊടുക്കുന്നു. ശേഷം സ്പോട്ട് അഡ്മിഷൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് വരുന്നു. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച ശേഷം അതിൽ നിന്നും എന്ത് ചെയ്യുന്നു? അഡ്മിഷൻ കിട്ടാൻ യോഗ്യതയുള്ള വിദ്യാർത്ഥികളെ അധ്യാപകർ ഫോണുമായി ബന്ധപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ITI അഡ്മിഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ 24/7 സർവീസ് ഉള്ളത്, അത് എപ്പോഴും ആക്റ്റീവായിട്ടുള്ള, ഒരിക്കലും സിമ്മ് കട്ടാകുകയോ അല്ലെങ്കിൽ റീചാർജ് ഇല്ലാത്തതായ മൊബൈൽ നമ്പർ, അല്ലെങ്കിൽ ഉപയോഗിക്കുന്നില്ലാത്തതായ മൊബൈൽ നമ്പറൊന്നും കൊടുക്കരുത്. നിങ്ങളെ എപ്പോൾ വിളിച്ചാലും നിങ്ങളെ കിട്ടും, അല്ലെങ്കിൽ എപ്പോൾ ആ നമ്പറിൽ നിങ്ങളെ ബന്ധപ്പെടാം, എപ്പോൾ വേണമെങ്കിലും ആ നമ്പറിൽ നിങ്ങളെ ബന്ധപ്പെടാം എന്നുറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ നമ്പർ കൊടുക്കുക. അങ്ങനെയുള്ള നമ്പർ വേണം കൊടുക്കാൻ. അതിന് കാരണമായിട്ട് പറഞ്ഞതാണ്, നിങ്ങളെ അധ്യാപകർ കോളേജുമായിട്ട് ബന്ധം. നിങ്ങളിപ്പോൾ ഒരു 5 ഓപ്ഷൻ കൊടുത്തു എന്ന് വിചാരിച്ചോ. റാങ്ക് ലിസ്റ്റ് വന്നു കഴിയുമ്പം നിങ്ങളെ എന്ത് ചെയ്യും? നിങ്ങളെ അഡ്മിഷൻ എടുക്കാനുള്ള നിങ്ങൾക്ക് കിട്ടാനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ ആ ITI കോളേജുകളിൽ നിന്നും അധ്യാപകർ നിങ്ങളെ ഫോണുമായി ബന്ധപ്പെടും. അപ്പോൾ നിങ്ങൾ ഈ കൊടുക്കുന്ന മൊബൈൽ നമ്പറിലാണ് നിങ്ങളെ ബന്ധപ്പെടുന്നത്, ഏതാണ്ട് സ്പോട്ട് അഡ്മിഷൻ്റെ പ്രൊസീജിയർ പോലെ. അപ്പോൾ അഡ്മിഷൻ്റെ കാലയളവിലെങ്കിലും നിങ്ങളുടെ മൊബൈൽ ആക്റ്റീവ് ആയിരിക്കണം. അപേക്ഷ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് പോകാൻ ആഗ്രഹമുള്ള ഇത് മാത്രം കൊടുക്കുക. കാരണം ഇവിടെ +2 പോലെ ട്രാൻസ്ഫറോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പം ഉദാഹരണം പറഞ്ഞ പോലെ +1 അലോട്ട്മെൻറ്റ് പോലെയും ഡിഗ്രി അഡ്മിഷൻ പോലെയും ഒന്നും ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ പോകാൻ താല്പര്യമുള്ള കോളേജും പോകാൻ താല്പര്യമുള്ള കോഴ്സും മാത്രം കൊടുക്കുക. അതാണ് പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. അഥവാ നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സ് നിങ്ങൾ എടുക്കുകയും നിങ്ങൾക്കത് പഠിക്കാൻ പറ്റാതെ വരികയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഡ്രോപ്പ് ഔട്ട് അല്ലാതെ, ആ കോഴ്സ് നിർത്തുകയല്ലാതെ വേറെ ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിൽ കാണില്ല. കാരണം ITയിൽ ഈ ട്രാൻസ്ഫറോ കാര്യങ്ങളോ ഒന്നുമില്ല. അതാണുള്ളത് വാസ്തവം. ഒന്നെങ്കിൽ എന്ത് ചെയ്യുക? ആ വിഷയവുമായിട്ട് പൊരുത്തപ്പെട്ട് നിങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ആ വിഷയം ഡ്രോപ്പ് ഔട്ട് ചെയ്യുക. ഇത്ര മാത്രമേ അവിടെ ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം, അഡ്മിഷൻ ആരംഭിക്കുന്നു. അഡ്മിഷനുമായിട്ടുള്ള, ഇപ്പോൾ നിങ്ങൾ ITI അഡ്മിഷൻ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് പോകും. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ITയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ 2025 അഡ്മിഷനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും, വെബ്സൈറ്റിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷേ അഡ്മിഷൻ ആരംഭിച്ചിട്ടില്ല.
ഉടൻ തന്നെ അഡ്മിഷൻ ആരംഭിക്കും. അത് ആരംഭിക്കുമ്പോൾ തീർച്ചയായും നിങ്ങളിലേക്ക് അതിൻ്റെ അപ്ഡേറ്റ് എത്തിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ മൈ നെയിം ഈസ് കരുത, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.